നമസ്കാരം, ഗ്രാമ്യ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കണി കണ്ടുണർന്ന സന്തോഷപ്പുലരിയിൽ മലയാളികൾ വിഷു ആഘോഷിച്ചു. സ്വന്തമായി പണിതീർത്ത ടൈലുകൾ കൊണ്ട് വീട്ടുമുറ്റം അലങ്കരിച്ച് 70-കാരൻ. വടനപ്പള്ളി കടൽ തീരത്ത് പ്ലാസ്റ്റിക് നിർമ്മാർജ്ജന യജ്ഞം നടത്തി. വാർത്തകൾ തുടരുന്നു. കണി കണ്ടുണർന്ന സന്തോഷപ്പുലരിയിൽ മലയാളികൾ വിഷു ആഘോഷിച്ചു. കാർഷിക സമൃദ്ധിയുടെ ഓർമ്മകളിൽ കാർഷികോൽപ്പന്നങ്ങളും കൊന്നപ്പൂവും കണികണ്ടായിരുന്നു ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചത്. വിഷു ആചാരങ്ങളിൽ ഏറ്റവും പ്രധാനം കണികാണൽ തന്നെ. വരാനിരിക്കുന്ന ഒരു കൊല്ലത്തിന്റെ മുഴുവൻ പ്രതീക്ഷയാണ് കണ്ണിനു പൊൻകണിയായി ഉരുളിയിൽ ഒരുക്കിയത്. തുടർന്ന് മുതിർന്നവർ കുട്ടികൾക്ക് കൈനീട്ടം നൽകി. വിഭവസമൃദ്ധമായ സദ്യയാണ് വിഷു ആഘോഷത്തിന്റെ മറ്റൊരു പ്രത്യേകത. വിളവെടുപ്പോത്സവമായ വിഷുവിന് തനത് വിഭവങ്ങളായ മാമ്പഴ പുളിശ്ശേരിയും ചക്ക വിഭവങ്ങളുമാണ് കൂടുതലുണ്ടാവുക. വിഷുക്കണിക്കും വിഷു സദ്യയ്ക്കുമൊപ്പം പടക്കമില്ലാതെ വിഷു ആഘോഷത്തിന് പൂർണ്ണതയില്ല. കുട്ടികൾക്ക് കമ്പിത്തിരി, മത്താപ്പ് എന്നിവയോടാണ് കൂടുതൽ കമ്പം. കുടുംബാംഗങ്ങൾ എല്ലാവരും ഒത്തുചേർന്നുള്ള വിഷു ആഘോഷത്തിന്റെ തിമിർപ്പിലാണ് നാടാകെ. വലപ്പാട് സെയിന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയത്തിൽ ഓശാന ഞായർ തിരുക്കർമ്മങ്ങൾക്ക് വികാരി ഫാദർ ജെൻസ് തട്ടിൽ നേതൃത്വം നൽകി. തൃശൂർ അതിരൂപത ഫാമിലി അപ്പോസ്തലേറ്റ് ഡയറക്ടർ ഫാദർ ഫ്രാൻസിസ് ട്വിങ്കിൾ വാഴപ്പിള്ളി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കുരുത്തോല പ്രദക്ഷിണം വലപ്പാട് കാർമൽ കോൺവെന്റ് പരിസരത്ത് നിന്ന് ആരംഭിച്ച് ഇടവക ദേവാലയത്തിൽ സമാപിച്ചു. ചാമക്കാല പള്ളത്ത് കുടുംബക്ഷേത്രത്തിൽ ആൽത്തറ സമർപ്പണം നടത്തി. ചടങ്ങിൽ ക്ഷേത്രം പ്രസിഡന്റ് ദാസൻ, സെക്രട്ടറി അഖിൽ, വൈസ് പ്രസിഡന്റ് കൃഷ്ണൻ, ക്ഷേത്രം സംരക്ഷണ സമിതി അംഗങ്ങളായ രാജൻ, സുരേന്ദ്രൻ, രാമചന്ദ്രൻ, ക്ഷേത്രം മേൽശാന്തി സൂരജ്, ആൽത്തറ നിർമ്മാണ എഞ്ചിനീയർ രജനൻ എന്നിവർ പങ്കെടുത്തു. സുരേഷ് ആചാര്യാണ് ആൽത്തറ നിർമ്മാണത്തിന്റെ രൂപരേഖ തയ്യാറാക്കിയത്. വലപ്പാട് ചന്തപ്പടിക്ക് കിഴക്ക് ഗുരു ആശാൻ മണ്ഡലത്തിൽ മഹാകവി കുമാരനാശാന്റെ 152ാമത് ജന്മദിന ആഘോഷത്തോടനുബന്ധിച്ച് കാവ്യ സദസ്സ് സംഘടിപ്പിച്ചു. കവി കെ ദിനേശ് രാജ ഉദ്ഘാടനം ചെയ്തു. ഗുരു ആശാൻ മണ്ഡലം പ്രസിഡന്റ് KV ജയരാജൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി സദു ഏങ്ങൂർ ആമുഖ പ്രസംഗം നടത്തി. ഏങ്ങണ്ടിയൂരിലെ മഹർഷി മലയാള സ്വാമി ട്രസ്റ്റ് വൈസ് പ്രസിഡന്റ് കുമാരൻ പനച്ചിക്കൽ അനുസ്മരണ സദസ്സ് ഉദ്ഘാടനം ചെയ്തു. സുനിൽ പത്മനാഭ മലയാള സ്വാമിയെക്കുറിച്ച് രചിച്ച ജീവചരിത്ര പുസ്തകം സദു ഏങ്ങൂരിന് കൈമാറി. തൃപ്രയാർ കളിമണ്ഡലം അവതരിപ്പിച്ച് ARN മീഡിയ തയ്യാറാക്കിയ ഗുരു ആശാൻ സംഗമം കഥകളിയുടെ യൂട്യൂബ് ആൽബത്തിന്റെ പ്രകാശനം KG കൃഷ്ണകുമാർ നിർവഹിച്ചു. രാജു വെന്നിക്കൽ, ഗോപാലൻ വേളയിൽ, ശ്രീലാൽ തുടങ്ങിയവർ സംസാരിച്ചു. ദിനേശ് രാജ, കാട്ടൂർ രാമചന്ദ്രൻ, KK വേണുഗോപാൽ, പ്രിയങ്ക പവിത്രൻ, ഷാജിദ സലീം, പുഷ്പൻ ആശാരിക്കുന്ന്, സുവിൻ കൈപ്പമംഗലം, ബീന സദാനന്ദൻ എന്നിവർ കവിതകൾ അവതരിപ്പിച്ചു. ഗുരുദേവന്റെയും ആശാന്റെയും ചിത്രത്തിനു മുന്നിൽ പുഷ്പാർച്ചന നടത്തിയാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. തൃപ്രയാർ സേവാഭാരതിയുടെ ആഭിമുഖ്യത്തിൽ വിഷുക്കോടി വിതരണം നടത്തി. ചെമ്മാപ്പള്ളി നഗറിലെ 50 കുടുംബങ്ങൾക്കാണ് തൃപ്രയാർ സേവാഭാരതിയുടെ ആഭിമുഖ്യത്തിൽ വിഷുക്കോടി വിതരണം ചെയ്തത്. റിട്ടയർഡ് DMO ഡോക്ടർ പത്മിനി ഗോപിനാഥ് ഉദ്ഘാടനം ചെയ്തു. സേവാഭാരതി പ്രസിഡന്റ് വിജയരാഘവൻ എരണയെഴുത്ത് അധ്യക്ഷനായി. ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ PV സെന്തിൽകുമാർ, ഗ്രീഷ്മ സുഖിലേഷ്, തൃപ്രയാർ പ്രസ് ക്ലബ്ബ് സെക്രട്ടറി പ്രേമചന്ദ്രൻ വടക്കേടത്ത്, ദിനേശ് വെള്ളാഞ്ചേരി, അരുൺലാൽ ചെമ്പിപ്പറമ്പിൽ, സെക്രട്ടറി NK വിജയകുമാർ, ട്രഷറർ പ്രേംചന്ദ് പാനേഴത്ത്, ധനേഷ് പ്രസാദ്, സുരേഷ് നടുമുറി, രാകേഷ് ശങ്കർ, സ്മിത ശ്രീനിവാസൻ, പ്രതീഷ് എടക്കാട്ട്, ശ്രീകുട്ടൻ, സുധാ രവീന്ദ്രൻ, ശ്രീനിവാസൻ വെന്നിക്കൽ എന്നിവർ നേതൃത്വം നൽകി.
ഇടവേള. അല്ല, ഇക്കൊല്ലം 10ാം ക്ലാസ്സിലല്ലേ? ബോർഡ് എക്സാം ഇങ്ങെടുത്തൂലോ. ടെൻഷൻ ഉണ്ടോ? ടെൻഷനൊന്നും വേണ്ട. ഉന്നത വിജയത്തിന് വ്യക്തമായ പ്ലാനിങ്ങോട് കൂടിയുള്ള പഠനമാണ് വേണ്ടത്. അതിന് നിങ്ങളെ സഹായിക്കാനാണ് വലപ്പാട് ITDCയുടെ CBSE വിദ്യാർത്ഥികൾക്കായിട്ടുള്ള 45 ദിവസത്തെ സമ്മർ വെക്കേഷൻ ക്രാഷ് കോഴ്സ്. മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നീ വിഷയങ്ങൾ മുഴുവനായും ഈ 45 ദിവസം കൊണ്ട് പഠിക്കാം. മറ്റു വിഷയങ്ങൾ ഫസ്റ്റ് ടൈമിലേക്കുള്ളത്. കൂട്ടുകാരൊക്കെ പഠിച്ചു തുടങ്ങുമ്പോഴേക്കും നമുക്കെല്ലാം പഠിച്ചു തീർക്കാമെന്നേ. പിന്നെ എന്തിന് ടെൻഷൻ? പിന്നെ വെക്കേഷനൊക്കെ അല്ലേ? ഇവിടെ പഠനം മാത്രമല്ല, ദിവസവും ഒരല്പനേരം എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസും കോഴ്സിന് അവസാനം കൂട്ടുകാരുമൊത്ത് ഒരു അടിപൊളി ട്രിപ്പുമുണ്ട്. അപ്പോ വേഗം പോരെ, ഒരുമിച്ച് പഠിക്കാം, ഒരുമിച്ച് പൊളിക്കാം. ഉന്നത വിജയം ഡബിൾ ഗ്യാരണ്ടി. 1ാം ക്ലാസ് മുതൽ +2 വരെയുള്ള വിദ്യാർത്ഥികൾക്കായുള്ള വെക്കേഷൻ ക്ലാസുകളുടെ അഡ്മിഷനും ആരംഭിച്ചു കഴിഞ്ഞു. അക്കിലോല പൂവൻ കുത്തി കണ്ണിലോല ക്ലിം അത്തിപ്പഴം കൊത്തിത്തുന്നു തത്തമ്മ. ഓ അപ്പൊ സി. എന്താണത്? ഇതൊരു എൻട്രൻസ് മോഡൽ എക്സാം അല്ലേ? ഇതൊന്നും അൾട്ടിമേറ്റ്ലി വർക്ക് ആവില്ലട്ടാ. ഞാനൊരു ടെക്ക് പറയാം, ഇത് നോക്ക് നീ. Tom and Jerry, you don't worry, I will put you in the curry. ശല്യം ചെയ്യണ്ടിരിക്കും. രണ്ടും കൂടെ എന്റെ കോൺസെൻട്രേഷൻ കളയും. നോക്കട്ടെ നിന്റെ കോൺസെൻട്രേഷൻ. ഇതെന്തിട്ട് നോക്കിയപ്പോ ഉള്ള പാമ്പാ. എടാ, ഈ കറക്കിക്കുത്തിന്റെ കാലമൊക്കെ കഴിഞ്ഞു. ട്യൂഷൻ പോണതിനൊപ്പം അക്കാഡമി സൺഡേ എൻട്രൻസ് ബാച്ചിൽ ജോയിൻ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് തിയറിയും എൻട്രൻസും ഒന്നിച്ച് സെറ്റാക്കാം. പിന്നെ ലാസ്റ്റ് ഒരു ക്രാഷ് കോഴ്സ് കൂടെ ചെയ്താൽ സംഭവം സെറ്റ് കിട്ടും. അർച്ചന സിൽക്സ് ട്രിപ്രയാർ. അർച്ചന സിൽക്സ് ആൻഡ് സാരീസ്, വാടാനപ്പള്ളി. EMI, വാട്ടർ ബില്ല്, ഇലക്ട്രിസിറ്റി ബില്ല്, ചെലവ് ചുരുക്കണം. ഇങ്ങനെ പോയാൽ ട്രൗസർ അടക്കം ഊരി പണയം വെക്കേണ്ട അവസ്ഥ കാണുന്നു. അതിന് നിങ്ങളുടെ ട്രൗസറൊക്കെ ആര് പണയത്തിനെടുക്കാനാ? അതെ, പണയം വെക്കേണ്ടത് ട്രൗസർ അല്ല, നമ്മുടെ അലമാരിയിൽ വെറുതെ ഇരിക്കുന്ന ഗോൾഡാ. ആ കുറച്ച് സ്വർണം പണയം വെച്ചിട്ട് എന്ത് കിട്ടാനാ? അതിന് പണയം വെക്കേണ്ടതേ വേണാട് ഫിനാൻസിലാ. മറ്റെവിടത്തേക്കാൾ കൂടുതൽ തുക അവര് ഗ്രാമിന് നൽകുന്നുണ്ട്. വിശ്വാസത്തോടെ പണയം വെക്കുകയും ചെയ്യാം, ആവശ്യം കഴിഞ്ഞ് തിരിച്ചെടുക്കുകയും ചെയ്യാം. വെറുതെ നിങ്ങളുടെ തലക്ക് ടെൻഷൻ കൊടുക്കും വേണ്ട. വിശ്വസ്തയോടെ കൂടെ കൂട്ടാവുന്ന ഉത്തമ സഹായി വേണാട് ഫിനാൻസ് ഗ്രൂപ്പ്. ഫോൺ 9061548777. വാർത്തകൾ തുടരുന്നു. നാട്ടിക തട്ടുപറമ്പിൽ കർഷക കൂട്ടായ്മ നടത്തിയ പച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പ് തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MR ദിനേശൻ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഗ്രീഷ്മ സുഗിലേഷ്, നികിത P രാധാകൃഷ്ണൻ, ഐഷ B അബ്ദുൾ ജബ്ബാർ, കൃഷി ഓഫീസർ NV ശുഭ, ദയാനന്ദൻ ഏറാട്ട്, പ്രേമചന്ദ്രൻ വടക്കേടത്ത്, സുരേഷ് തട്ടുപറമ്പിൽ, ചന്ദ്രമതി രഘുനാഥ്, അരുൺ വെങ്ങാലി, സംഗീത ഷാജു എന്നിവർ സംബന്ധിച്ചു. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത്, നാട്ടിക ഗ്രാമപഞ്ചായത്ത്, നാട്ടിക കൃഷിഭവൻ എന്നിവരുടെ സഹകരണത്തോടെയാണ് കൃഷി ആരംഭിച്ചത്. വിഷുവിപണനം ലക്ഷ്യമിട്ട് 2 മാസം മുൻപാണ് വിത്തിട്ടത്. പയർ, വെണ്ട, കുക്കുംബർ, തക്കാളി, പച്ചമുളക്, പീച്ചി, ചീര, വഴുതിന, പടവലം എന്നിവയാണ് കൃഷി ചെയ്തത്. 100 മേനി വിളവെടുപ്പുമുണ്ടായി. തളിക്കുളം തമ്പാൻകടവ് ദാറുസലാം സ്റ്റഡി സെന്ററിന്റെയും ഐവിഷൻ കണ്ണാശുപത്രിയുടെയും ആഭിമുഖ്യത്തിൽ തമ്പാൻകടവ് ദാറുസലാം പരിസരത്ത് നേത്രപരിശോധന ക്യാമ്പ് നടത്തി. ജുവൽ ക്ലബ്സ് ജ്വല്ലറി ചെയർമാൻ മുഹമ്മദ് ഫൈസൽ ഉദ്ഘാടനം ചെയ്തു. സാമൂഹ്യ പ്രവർത്തകൻ അബ്ദുൾ അസീസ് തളിക്കുളം അധ്യക്ഷനായി. ചടങ്ങിൽ ബാപ്പു വലപ്പാട് മുഖ്യപ്രഭാഷണം നടത്തി. സഗീർ തളിക്കുളം, ഡോക്ടർ മോൻസി തോമസ് മത്തായി, വിഷ്ണു, ഡോക്ടർ അശ്വതി TA, ഡോക്ടർ അബിന എന്നിവർ സംസാരിച്ചു. ജനസേവന രംഗത്ത് 25 വർഷം പൂർത്തിയാക്കിയ പ്രമുഖ ജീവകാരുണ്യ പ്രവർത്തകൻ അബ്ദുൾ അസീസ് തളിക്കുളത്തിന് ഐവിഷൻ ഗ്രൂപ്പ് മൊമന്റോ നൽകി ആദരിച്ചു. സൗജന്യ മരുന്ന് വിതരണവും നടന്നു. മലയാളം സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ 100 കുടുംബങ്ങൾക്ക് അരിയും കണിവെള്ളരിയും അടങ്ങുന്ന വിഷു കിറ്റ് വിതരണം ചെയ്തു. ചടങ്ങ് രക്ഷാധികാരി ആവണങ്ങാട്ടിൽ കളരി അഡ്വക്കേറ്റ് AU രഘുരാമൻ പണിക്കർ ഉദ്ഘാടനം ചെയ്തു.
ആവണങ്ങാട്ട് കളരിയുടെ ഈ അങ്കണത്തിൽ വെച്ചിട്ട് ഈ വർഷത്തെ വിഷുവിന് മുന്നോടിയായിട്ട് സൗജന്യമായിട്ടുള്ള ഒരു അരി വിതരണവും അതുപോലെ വെള്ളരിക്ക അവിടെ തന്നെ വിളഞ്ഞ വെള്ളരിക്കയുണ്ട്, അതും ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുകയാണ്. മലയാള സാംസ്കാരിക വേദി എല്ലാ തലങ്ങളിലും സ്പർശിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കലാപരമായിട്ടും കായികപരമായിട്ടും അതുപോലെ സേവന പ്രവർത്തനങ്ങളൊക്കെ തന്നെ നല്ല പ്രകടനം കാഴ്ചവെച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് മലയാളം സാംസ്കാരിക വേദി. ഈ പ്രദേശത്ത് മലയാളം സാംസ്കാരിക വേദിയുടെ സേവന പ്രവർത്തനങ്ങൾ അനുഭവിക്കാതായിട്ട് ആരുമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തായിരുന്നാലും വളരെയധികം സന്തോഷമുണ്ട്. ഈ നമ്മുടെ ഏറ്റവും അധികം സമ്പൽ സമൃദ്ധിയുടെ ഒരു സമയമായിട്ടുള്ള ഈ വിഷു ആഘോഷത്തിന് ഇത്തരത്തിലുള്ള ചടങ്ങിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. പ്രസിഡന്റ് MS സനൂപ അധ്യക്ഷനായി. സബിത ബൈജു, രക്ഷാധികാരി സത്യൻ മേലേടത്ത്, മജീദ് പോക്കാക്കിലത്ത്, KV ഭാസ്കരൻ, കൃഷ്ണൻകുട്ടി, സിജിൽ കുരുവേലി, പ്രവീൺ കാട്ടുങ്ങൽ, ലിൻഡ വിനോദ്, ധന്യ സിജിൽ, ലിൻസി, അരുൺ സുകുമാരൻ എന്നിവർ നേതൃത്വം നൽകി. തൃപ്പയാർ കുന്നുങ്ങൽ പ്രോപ്പർട്ടീസിന്റെ വിഷു ആഘോഷം നടന്നു. തൃപ്പയാർ കുന്നുങ്ങൽ ഹാളിൽ നടന്ന വിഷു ആഘോഷം കുന്നുങ്ങൽ പ്രോപ്പർട്ടീസ് മാനേജിംഗ് ഡയറക്ടർ അമർ സിംഗ് കുന്നുങ്ങൽ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം നിർവഹിച്ചു. കഴിഞ്ഞ വർഷം നമ്മൾ വിഷു ആഘോഷിക്കുമ്പോൾ 50 കഴിഞ്ഞ് സന്തോഷത്തിലായിരുന്നെങ്കിൽ നമ്മൾ വിഷു ആഘോഷിക്കുന്നത് 58 പേരുമായിട്ടാണ് എന്നുള്ളത് സന്തോഷകരമായ കാര്യം. അതേപോലെ തന്നെ നമ്മുടെ എല്ലാ സ്ഥാപനങ്ങളും അംഗങ്ങളുടെ എണ്ണം കൂടി പുതുതായിട്ട് ആദ്യമായി വിഷുവിൽ പങ്കെടുക്കുന്ന 8ഓളം പേര് ഇന്നുകൂടിയുണ്ട്. അതേപോലെ തന്നെ ഈ ഉയർച്ചയ്ക്ക് നിങ്ങളെല്ലാവരുടെയും കഠിനമായ പ്രയത്നവും അധ്വാനവും ഉണ്ടായിട്ടുണ്ട്. അതിൽ നിങ്ങളെല്ലാവരോടും ഞാൻ കടപ്പെട്ടിരിക്കുകയാണ്. 60ഓളം സ്റ്റാഫും 32 ഡോക്ടർമാരുമുള്ള ഒരു കുടുംബമാണ് നമ്മൾ ഇപ്പോഴും. ഈ അവസരത്തിൽ സന്തോഷിക്കേണ്ട ഈ നിമിഷങ്ങൾ, കാരണം എല്ലാവിധ സംഘർഷങ്ങളിലൂടെയാണ് ഒരു ദിവസം നമുക്ക് കടന്നു പോകുന്നത്. അതിനിടയിലാണ് ഇത്തരം ആഘോഷങ്ങൾ വന്നു വീഴുന്നത്. വിഷുവായാലും ഓണമായാലും ക്രിസ്മസ് ആയാലും പെരുന്നാളായാലും ഒക്കെ ഇത്തരം സന്തോഷങ്ങളുള്ള ദിവസങ്ങളാണ്. എല്ലാം നമുക്ക് സന്തോഷിക്കുക. നാളെ വീണ്ടും നമ്മൾ ഒന്ന് റീചാർജായി വീണ്ടും ഫീൽഡിൽ എല്ലാവരാണ്. ഡോക്ടർമാരായ നളിനി ബാലകൃഷ്ണൻ, ബഷീർ റസിയ, ദിനി പ്രേംസാഗർ, കുന്നുങ്ങൽ മെഡിസിറ്റി MD സീന അമർ സിംഗ്, ബാബു കുന്നുങ്ങൽ, രാജീവ് കുന്നുങ്ങൽ എന്നിവർ സംസാരിച്ചു. തുടർന്ന് എല്ലാ സ്റ്റാഫുകൾക്കും വിഷുക്കൈനീട്ടവും നൽകി. തുടർന്ന് വിവിധ കലാപരിപാടികളും വിഷുസദ്യയും നടന്നു. അൽകേഷ്, സന്തോഷ്, വാസന്തി, ഹർഷ, സുഷിത, നിയാല, വസീല, അഞ്ജലി, സിജി, ഐഷ, ആൻഡ്രിയ, സ്വാലിഹ, ആശ, ശ്യാമ, ബിന്ദു, അശ്വിനി, റജീന, ശ്രീലക്ഷ്മി, അനഘ, സജീവൻ കുന്നുങ്ങൽ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. തൃപ്പയാർ ശ്രീവത്സം കാറ്ററിംഗിൽ വിഷുദിനത്തിൽ വിഷു സദ്യയും പായസവും വാങ്ങാൻ വൻ തിരക്ക് അനുഭവപ്പെട്ടു. തിരക്ക് ക്രമീകരിക്കുന്നതിനായി ഓർഡർ പ്രകാരം ബുക്കിംഗ് അനുസരിച്ചാണ് വിതരണം നടന്നത്. ശ്രീവത്സം കാറ്ററിംഗ് മാനേജിംഗ് ഡയറക്ടർ MG ശ്രീവത്സന്റെ
നേതൃത്വത്തിലാണ് വിഷുസദ്യ ഒരുക്കിയത്. 5 തരം പായസവും വിവിധതരം കറികളും ഉൾപ്പെടെയാണ് വിഷുസദ്യ നൽകിയത്. തളിക്കുളം തസ്കിയത്ത് കൂട്ടായ്മ വിഷു ആഘോഷത്തിന്റെ ഭാഗമായി പച്ചക്കറി കിറ്റ് വിതരണം നടത്തി. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജിത കുർണി ഉദ്ഘാടനം നിർവഹിച്ചു. ഇതിന് തൊട്ടു മുൻപാണ് എല്ലാ പ്രധാനപ്പെട്ട ഇന്നിപ്പോ ഒരു വിഷു എന്ന് പറയുന്ന ആഘോഷത്തെ കുറിച്ച് ഷമീർ നിങ്ങളോട് എല്ലാവരോടും പറഞ്ഞു. എനിക്ക് തോന്നുന്നു പഴയ കാലങ്ങളിൽ എല്ലാ മതസ്ഥരും എത്രത്തോളം അത് ആഘോഷിച്ചിട്ടുണ്ട് എന്ന് എനിക്കറിയില്ല. പക്ഷെ ഇന്ന് ജാതി മതഭേദമന്യേ അല്ലേ, അത് പെരുന്നാളാണെന്നുണ്ടെങ്കിലും വിഷു ആണെന്നുണ്ടെങ്കിലും ഓണമാണെന്നുണ്ടെങ്കിലും എല്ലാവരും ഒരുപോലെ ആഘോഷിച്ചു വരുന്ന ഒരു ആഘോഷമാണ് വിഷു എന്ന് പറയുന്നത്. അതിനൊരു പ്രത്യേകത കൂടിയുണ്ട്. കാരണം നമുക്ക് എല്ലാവർക്കും ഒരുപോലെ ഇത്തരത്തിലുള്ള പരിപാടികളെല്ലാം ആഘോഷിക്കാൻ സാധിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത് കേരളത്തിലാണ് എന്നുള്ളത് കൊണ്ടാണ് അത് സാധിക്കുന്നത്. നിങ്ങൾ തിരിച്ച് നമ്മുടെ സംസ്ഥാനമല്ലാതെ ഇന്ത്യയിലുള്ള മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് എത്തിച്ചേർന്നാൽ ഈ പറയുന്ന ആഘോഷങ്ങളൊന്നും തന്നെ ജാതിയുടെയും മതത്തിന്റെയും രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിലല്ലാതെ നടത്താനായിട്ട് നമുക്ക് സാധിക്കില്ല. പക്ഷെ ഇവിടെ എന്താണ്, ഇവിടെ ഇരിക്കുന്ന വ്യക്തികളിൽ പല രാഷ്ട്രീയക്കാരുണ്ട്, പല മതക്കാരുണ്ട്, പല വിഭാഗക്കാരുണ്ട്. ഇവരൊക്കെ കൂടി ചേർന്നുകൊണ്ടാണ് ഈ ഒരു പരിപാടി നടത്തുന്നത്. കിറ്റ് വിതരണ കർമ്മം 8ാം വാർഡ് മെമ്പറും ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ MK ബാബു നിർവഹിച്ചു. ഹബീബ് തങ്ങൾ അധ്യക്ഷനായി. കൂട്ടായ്മ പ്രസിഡന്റ് ഷമീർ നാലകത്ത് ആമുഖ പ്രസംഗം നടത്തി. മുഹമ്മദ് അലി കോപ്പറമ്പിൽ, ഹാസിം, ഹാഷിം, അൻവർ എന്നിവർ സംസാരിച്ചു. പരിപാടിക്ക് കൂട്ടായ്മ പ്രവർത്തകരും നാട്ടുകാരും അയൽവാസികളും സന്നിഹിതരായിരുന്നു. പച്ചക്കറി കിറ്റുകൾ കൂട്ടായ്മ പ്രവർത്തകർ വീടുകളിലേക്ക് എത്തിച്ചു കൊടുത്തു. സാബിത്ത്, റസാഖ്, ഷംസു, അജ്മൽ, സൽമാൻ, തഷീൽ, ഷെജീർ, ഖലീൽ, നസറു, ഷൺമുഖൻ, കുഞ്ഞു, ഫയു, മഹ്ഫൂസ്, റിച്ചു, ഫൈസൽ, മഹ്ഫൂസ്, ബിനാസ്, ഗണേശൻ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ഇടവേള. തൃപ്രയാർ AJ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽസിൽ ലൈറ്റ് വെയ്റ്റ് ഗോൾഡ്, ഡയമണ്ട്, സിൽവർ ആഭരണങ്ങൾ ഇപ്പോൾ ഹോൾസെയിൽ വിലയിൽ സ്വന്തമാക്കാം. ഈ ആഘോഷവേളയിൽ 1 പവൻ സ്വർണം വാങ്ങുമ്പോൾ പട്ടുസാരി സമ്മാനമായി നേടാം. കൂടാതെ എല്ലാ പർച്ചേസിനും ഉറപ്പായി സമ്മാനങ്ങൾ. ഡയമണ്ടിനും 18 കാരറ്റിന്റെ ട്രെൻഡി കളക്ഷൻസിനും പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ട്. 5 പവൻ മുതൽ തുടങ്ങുന്ന കല്യാണ സെറ്റുകൾ. പഴയ സ്വർണത്തിനും പണയത്തിലിരിക്കുന്ന സ്വർണത്തിനും ഉയർന്ന വിലയും ഉടൻ പണവും. AJ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ, തൃപ്രയാർ. അറിഞ്ഞില്ലേ? ലാൽ ജ്വല്ലറി കാഞ്ഞാണിയിൽ BIS HUID ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾക്ക് നിർമ്മാണ വില മാത്രം. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മനോഹര ശേഖരം. ആന്റിക്, നഗാസ്, സിംഗപ്പൂർ, രാജ്കോട്ട് ആഭരണങ്ങളുടെ വെറൈറ്റി മോഡലുകൾ. പഴയ സ്വർണത്തിന് ഏറ്റവും കൂടിയ വില. പണയത്തിലിരിക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കുവാൻ സഹായിക്കുന്നു. വേദനയില്ലാതെ കാതുകുത്തുന്നു. 26ാം വർഷത്തിലേക്ക് വിജയകരമായി എത്തിച്ച എല്ലാവർക്കും നന്ദി. ലാൽ ജ്വല്ലറി, ഗോൾഡ്, സിൽവർ ആൻഡ് ഡയമണ്ട്. ഫോൺ 26333614.
Geeta Ravi Public School, the joy of learning. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസക്കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ. ഈ അക്ഷയ തൃതീയ നാളിൽ ഐശ്വര്യത്തെ വരവേൽക്കാം ഇഷാര ഗോൾഡൻ ഡയമണ്ട്സിനൊപ്പം. ഏപ്രിൽ 28, 29, 30 തീയതികളിലായി പർച്ചേസ് ചെയ്യുന്ന എല്ലാ ഉപഭോക്താക്കൾക്കും ആകർഷകമായ സമ്മാനങ്ങൾ സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണാവസരം. സുഭദ്രം സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ ചേരുന്നവർക്ക് ആദ്യ തവണ തുക അടയ്ക്കുന്നതിൽ 25% ഡിസ്കൗണ്ട്. കൂടാതെ 6 മാസത്തേക്ക് മുഴുവൻ തുകയും അഡ്വാൻസ് ബുക്ക് ചെയ്യുന്നവർക്ക് കേരള മോഡൽ ആഭരണങ്ങൾ നേടാം 0% പണിക്കൂലിയിൽ. ഐശ്വര്യപൂർണമായ ഈ ദിനത്തിൽ സ്വർണം വാങ്ങാം മികച്ച ഓഫറുകളോടെ. ഇഷാര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിയർ വൈമാൾ, തൃപ്രയാർ. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകൾ തുടരുന്നു. സ്വന്തമായി പണിതീർത്ത ടൈലുകൾ കൊണ്ട് വീട്ടുമുറ്റം അലങ്കരിച്ചിരിക്കുകയാണ് കയ്പമംഗലം സ്വദേശിയായ 70 വയസ്സുകാരൻ. കുരിക്കുഴി 18 മുറി സ്വദേശി അടിപ്പറമ്പിൽ അബ്ദുള്ളക്കുട്ടിയാണ് പ്രായാധിക്യത്തിലും മാസങ്ങളെടുത്ത് പണിതീർത്ത ടൈലുകൾ ഉപയോഗിച്ച് വീട്ടുമുറ്റത്തെ മനോഹരമാക്കിയിരിക്കുന്നത്. ബന്ധുവീടുകളിലും മറ്റും വൈവിധ്യമാർന്ന തരത്തിലുള്ള ടൈലുകൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നത് കണ്ടാണ് അബ്ദുള്ളക്കുട്ടിക്കും സ്വന്തം വീടിന് മുന്നിലും ടൈൽ വിരിക്കണമെന്ന ആഗ്രഹം ജനിച്ചത്. എന്നാൽ ഇതിന്റെ നിർമ്മാണ ചെലവും മറ്റും അന്വേഷിച്ചപ്പോൾ 3 ലക്ഷത്തിലധികം രൂപ വരുമെന്നറിഞ്ഞതോടെ ആഗ്രഹം നടക്കില്ലെന്നായി. പക്ഷേ പിന്മാറാൻ അബ്ദുള്ളക്കുട്ടി തയ്യാറായില്ല. സ്വന്തമായി ടൈൽ നിർമ്മിക്കാനായി അടുത്ത ശ്രമം. മക്കളുടെ പിന്തുണയും ലഭിച്ചു. നിർമ്മാണത്തിനായി പ്രത്യേക അച്ച് വാങ്ങി സിമന്റും മെറ്റലും മണലുമെല്ലാം പ്രത്യേക അനുപാതത്തിലെടുത്ത് പണി തുടങ്ങി. ദിവസം 20 എണ്ണമാണ് നിർമ്മിച്ചത്. 3600 ടൈലുകൾ നിർമ്മിച്ചു. ആകെയുള്ള 24 സെന്റിൽ മക്കളുടെ വീട്ടുമുറ്റത്തുൾപ്പെടെ പൂർണ്ണമായും ടൈൽ വിരിച്ചു കഴിഞ്ഞു. ഏകദേശം 1 വർഷത്തിനടുത്ത സമയമെടുത്തെങ്കിലും സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞതിന്റെ സന്തോഷത്തിലാണ് അബ്ദുള്ളക്കുട്ടി. ഞാൻ എൻ്റെ മറ്റു സുഹൃത്തുക്കളുടെ വീട്ടിലും അതേപോലെ ഓരോ സ്ഥലത്തുമൊക്കെ ചെല്ലുമ്പോൾ ഇതേപോലെ കട്ട വിരിച്ച് നല്ല ഭംഗിയിൽ കാണലുണ്ട്. അപ്പം എൻ്റെ മനസ്സിലും ഇങ്ങനെ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം വന്ന് അങ്ങനെ ഞാനതിന് അത് ചെയ്യുന്ന ആൾക്കാരെ പോയി കണ്ട് അവരിവിടെ വന്ന് അളന്ന്. അപ്പോൾ അവർ പറഞ്ഞ് 2800 സ്ക്വയർ ഫീറ്റോളം ഉണ്ട് ഇത്. അപ്പോൾ അത് ചെയ്യണമെങ്കിൽ 3 ലക്ഷത്തിലേറെ എങ്ങനെയായാലും 3-3.5 ലക്ഷം റുപ്യ വരും എല്ലാം കഴിയുമ്പോഴെന്ന് പറഞ്ഞ്. അത് ആലോചിച്ചപ്പോൾ എനിക്ക് സാമ്പത്തികമായിട്ട് അത് പറ്റൂലെന്ന് തോന്നി. 20ഓളം അച്ച് വാങ്ങി ഇവിടെ കൊണ്ടുവന്ന് അതിൻ്റെ നിർമ്മാണം സിമൻറ്റ്, മെറ്റല്, എംസാൻഡ് പോലുള്ള സാധനങ്ങളൊക്കെ ഇറക്കിച്ച് ഒരു ദിവസത്തിൽ 20 കട്ട വെച്ച് ഉണ്ടാക്കാൻ തുടങ്ങി. 1,20,000 രൂപയാണ് ടൈൽ വിരിക്കുന്നതിനുൾപ്പെടെ ആകെ ചെലവ് വന്നത്. ആത്മവിശ്വാസവും പ്രയത്നിക്കാനുള്ള മനസ്സുമുണ്ടെങ്കിൽ ഒന്നിനും പ്രായം ഒരു തടസ്സമല്ലെന്നാണ് അബ്ദുള്ളക്കുട്ടിയുടെ കാഴ്ചപ്പാട്. പാതി തളർന്ന ശരീരവുമായി അകത്തളങ്ങളിൽ ഒതുങ്ങിപ്പോയവരെയും കൊണ്ട് മൂന്നാറിലേക്ക് ഓൾ കേരള വീൽചെയർ റൈറ്റ്സ് ഫെഡറേഷൻ സംഘടിപ്പിച്ച വിനോദയാത്ര ശ്രദ്ധേയവും അതിലേറെ അവിസ്മരണീയവുമായി. പൂർണ്ണമായും ഭാഗികമായും ശരീരം തളർന്ന 52 മനുഷ്യർക്ക് ഒരിക്കലും മറക്കാനാകാത്ത ജീവിതാനുഭവമായിരുന്നു ഈ ഉല്ലാസയാത്ര. അവർ ഓരോരുത്തരുടെയും കുടുംബങ്ങളെയും കൂട്ടി ഫെഡറേഷൻ തൃശൂർ ജില്ലാ കമ്മിറ്റി മൂന്നാറിലേക്കാണ് വിനോദയാത്ര സംഘടിപ്പിച്ചത്. 30 വർഷമായി വീട്ടിൽ നിന്നും പുറത്തിറങ്ങാത്തവരും ആദ്യമായി ബസ്സിൽ കയറുന്നവരും ആ കൂട്ടത്തിലുണ്ടായിരുന്നു. തൃശൂർ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവരെ 2 ടൂറിസ്റ്റ് ബസ്സുകളിൽ കയറ്റിയാണ് യാത്രയ്ക്ക് തുടക്കമായത്. ചാവക്കാട്, തൃപ്രയാർ, കൊടുങ്ങല്ലൂർ ഭാഗത്തു നിന്നുള്ളവരുടെ വാഹനത്തിലെ യാത്രയ്ക്ക് നാട്ടിക പഞ്ചായത്ത് പ്രസിഡന്റ് MR ദിനേശൻ തൃപ്രയാറിൽ ഫ്ളാഗ് ഓഫ് ചെയ്തു.
ഫെഡറേഷൻ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് PB സക്കീർ ഹുസൈൻ, തൃശൂർ ജില്ലാ ഭാരവാഹികളായ താജുദ്ദീൻ, ഷെറീന, സീമ തോമസ് എന്നിവർ യാത്രയ്ക്ക് നേതൃത്വം നൽകി. ഫയർ ആൻഡ് റെസ്ക്യൂ സിവിൽ ഡിഫൻസ് അംഗങ്ങളായ സജി അപർണ, OV ബെന്നി, പ്രബീഷ്, സുനിൽ തൊഴിയൂർ, സന്നദ്ധ പ്രവർത്തകരായ PK ധർമ്മരാജ്, സാലി, പാലിയേറ്റീവ് നഴ്സുമാരായ ഷീജ പൊന്നാനി, ജിഷ എന്നിവർ യാത്രയിലുടനീളം സാന്ത്വനവും സജീവ സഹായവുമായി യാത്രയ്ക്ക് പിന്തുണ നൽകി. ജീവിതത്തിൽ സ്വപ്നം മാത്രമായിരുന്ന കുളിരുള്ള തേയില കുന്നുകളിലൂടെയുള്ള യാത്രയും പ്രകാശമാനമായ മൂന്നാർ ഹൈഡൽ പാർക്കിലെ സായാഹ്നവും ആസ്വദിച്ചുള്ള ഒരു യാത്ര സഫലമായതിന്റെ ആഹ്ലാദത്തിലാണ് ഈ ഭിന്നശേഷിക്കാരുടെ സംഘം. വടനപ്പള്ളി കടൽ തീരത്ത് പ്ലാസ്റ്റിക് നിർമ്മാർജ്ജന യജ്ഞം നടത്തി. സമുദ്രവും തീരവും പ്ലാസ്റ്റിക് വിമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ ഫിഷറീസ് വകുപ്പ് നടപ്പിലാക്കുന്ന ശുചിത്വ സാഗര സുന്ദരതീരം പദ്ധതിയുടെ ഭാഗമായാണ് ശുചീകരണം നടത്തിയത്. വടനപ്പള്ളി ബീച്ച്, പൊക്കാഞ്ചേരി ബീച്ച്, ബദർപ്പള്ളി പരിസരം എന്നിങ്ങനെ 3 മേഖലകളിലായി തിരിച്ചായിരുന്നു ശുചീകരണം. മുരളി പെരുന്നെല്ലി MLA ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ബാസി അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ സരിത ഗണേഷ്, അംഗങ്ങളായ രേഖ അശോകൻ, നൌഫൽ വലിയകത്ത്, സന്തോഷ് പണിക്കശ്ശേരി, ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ UM ശ്രുതിമോൾ എന്നിവർ നേതൃത്വം നൽകി. തീരത്ത് നിന്നും ശേഖരിച്ച മാലിന്യങ്ങൾ ക്ലീൻ കേരള കമ്പനിക്ക് കൈമാറി. 56 വളണ്ടിയർമാർ ചേർന്ന് 830 കിലോ മാലിന്യമാണ് ശേഖരിച്ചത്. ഫിഷറീസ് വകുപ്പ് ഉദ്യോഗസ്ഥർ, ഹരിതകർമ്മസേന അംഗങ്ങൾ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, മത്സ്യത്തൊഴിലാളികൾ, കുടുംബശ്രീ, സാഫ്, ആശാ വർക്കേഴ്സ്, പൊതുപ്രവർത്തകർ എന്നിവർ യജ്ഞത്തിൽ പങ്കാളികളായി. കഴിമ്പ്രം ബീച്ച് ഫെസ്റ്റിന്റെ ഭാഗമായി കളരിപ്പയറ്റ് നടന്നു. ജനകീയ സൗഹൃദവേദിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന കഴിമ്പ്രം ബീച്ച് ഫെസ്റ്റിന്റെ 3ാം ദിവസം ചാവക്കാട് വല്ലഭട്ട കളരി സംഘത്തിന്റെ നേതൃത്വത്തിൽ കളരിപ്പയറ്റ് നടന്നു. ചാവക്കാട് വല്ലഭട്ട കളരി സംഘത്തിൽ പത്മശ്രീ ശങ്കരനാരായണ മേനോൻ ഗുരുക്കൾ, പുത്രന്മാർ കൃഷ്ണദാസ് ഗുരുക്കൾ, രാജീവ് ഗുരുക്കൾ, ദിനേശൻ ഗുരുക്കൾ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു കളരിപ്പയറ്റ്. സൗഹൃദവേദി ചെയർമാൻ ശോഭ സുബിൻ, ജനറൽ കൺവീനർ ഷൈൻ നെടിയിരിപ്പിൽ, ട്രഷറർ മധു കുന്നത്ത്, കോർഡിനേറ്റർ ഉണ്ണികൃഷ്ണൻ തൈപ്പറമ്പത്ത്, സൗമ്യൻ നെടിയിരിപ്പിൽ, PD ലോഹിതാക്ഷൻ, സുമേഷ് പാണാട്ടിൽ, സുധീന്ദ്രൻ ഏറാട്ട്, പ്രജീഷ് കൊല്ലാറ, സുജിന്ത് പുല്ലാട്ട്, അജ്മൽ ഷെരീഫ്, ചിത്രൻ കോവിൽ തെക്കേവളപ്പിൽ എന്നിവർ നേതൃത്വം നൽകി. ഇടത് കയറി വലത്തേതിൽ അമർന്ന് സിംഹവടിവിൽ അമർന്ന് ഇടത് കയറി വലത്തേതിൽ അമർന്ന് സിംഹവടിവിൽ അമർന്ന് നിവർന്ന് വലിഞ്ഞമർന്ന് അശ്വവടിവിൽ അമർന്ന് കയറി അശ്വവടിവിൽ അമർന്ന് അടിച്ച് മാറി അമർന്ന് നെക്സ്റ്റ് മത്സ്യവടിവിൽ അമർന്ന് നെക്സ്റ്റ് കരയാമുട്ടം വിവേകാനന്ദ സേവാ കേന്ദ്രം പ്രവർത്തകർ വിഷുദിനത്തിൽ വലപ്പാട് ഗവൺമെന്റ് ആശുപത്രിയിൽ സദ്യയൊരുക്കി. കഴിഞ്ഞ 17 വർഷമായി നിത്യവും വലപ്പാട് ആശുപത്രിയിൽ സ്നേഹസാന്ത്വനം എന്ന പേരിൽ നടത്തുന്ന നിത്യ അന്നദാനത്തിന്റെ ഭാഗമായാണ് വിശേഷൽ ദിവസങ്ങളിൽ സദ്യ നടത്തുന്നത്. ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സീമ ആദ്യ സദ്യ വിളമ്പി വിഷു ആശംസകൾ നേർന്നു. സേവാകേന്ദ്രം സെക്രട്ടറി ഗിരീഷ് C, NS പ്രജീഷ് ശാന്തി, ഡോക്ടർ റഹീന എന്നിവർ സംസാരിച്ചു. കരയാമുട്ടം വിവേകാനന്ദ സേവാ കേന്ദ്രം കഴിഞ്ഞ 16 വർഷക്കാലമായിട്ട് നമ്മുടെ ഈ വലപ്പാട് സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ രോഗികൾക്കും കൂട്ടിരിപ്പുമാർക്കുമായിട്ട് നിത്യേന അന്നദാനം നടത്തി വരുന്ന സംഘടനയാണ്. എല്ലാ വിശേഷ ദിവസങ്ങളിലും ഓണവും വിഷു പോലെയുള്ള വിശേഷ ദിവസങ്ങളിലെല്ലാം ഇങ്ങനെ ഒരു സദ്യ ഇവിടെ നടത്താറുണ്ട്. ഇവിടുത്തെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കൊപ്പം ജീവനക്കാർക്കും എല്ലാവർക്കും വേണ്ടി ഇവിടെയാണ് ഞങ്ങളുടെ ഓണം ആഘോഷിക്കാറ്. ഏതൊരു കാര്യത്തിനായാലും വിവേകാനന്ദ സേവാ കേന്ദ്രം വലപ്പാട് സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തോടൊപ്പം തന്നെ എല്ലാ വർഷവും ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ വർഷത്തിലും നിങ്ങൾക്കെല്ലാവർക്കും ഭാവി ജീവിതത്തിൽ സമ്പൽ സമൃദ്ധിയുടെ ഐശ്വര്യത്തിൻ്റെ മംഗളകരമായിരിക്കുന്നൊരു നല്ല നാളുകൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഒപ്പം നമുക്കറിയാം ആശുപത്രി ജീവിതമൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്ന ഒന്നല്ല. ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ നിങ്ങൾ ആയുരാരോഗ്യത്തോടു കൂടി നമ്മുടെ സ്വന്തം കുടുംബത്തിൽ വരും കാലഘട്ടമൊക്കെ ആഘോഷിക്കാൻ എല്ലാവർക്കും സാധിക്കുമാറാകട്ടെ എന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിക്കുകയാണ്. ആശുപത്രി ജീവനക്കാരും രോഗികളും കുടുംബാംഗങ്ങളും സദ്യയിൽ പങ്കുചേർന്നു. സേവാകേന്ദ്ര പ്രവർത്തകരായ പ്രദീപ് MD, ഷാലി VJ, അനിൽ P, സജീഷ്, KD രാഹുൽ കൊണ്ടിയാറ, അഖിൽ KA, രാഹുൽ എന്നിവർ നേതൃത്വം നൽകി.
വടനപ്പള്ളി തൃത്തല്ലൂർ ചേക്കര തണ്ടയാൻ കളരിക്കൽ ശ്രീ ദുർഗാ ഭഗവതി ക്ഷേത്ര മഹോത്സവം ഭക്തിനിർഭരമായി ആഘോഷിച്ചു. ഞായറാഴ്ച രാവിലെ നിർമ്മാല്യ ദർശനം, ഗണപതി ഹവനം, കലശപൂജ, പറനിറയ്ക്കൽ, ഉപദേവതമാർക്ക് പൂജ, നാഗദൈവങ്ങൾക്ക് നൂറും പാലും, കലശാഭിഷേകം, ശീവേലി എന്നിവ നടത്തി. വൈകിട്ട് എഴുന്നള്ളിപ്പ്, ദീപാരാധനയ്ക്ക് ശേഷം വർണ്ണമഴ, തായമ്പക, അത്താഴപൂജ, തുടർന്ന് നൃത്തപരിപാടികൾ എന്നിവയും ഉണ്ടായിരുന്നു. ചടങ്ങുകൾക്ക് ക്ഷേത്രം കമ്മിറ്റി ഭാരവാഹികളായ പ്രസിഡന്റ് CK പ്രേംജിത്ത് ലാല്, സെക്രട്ടറി CS പ്രഭാകരൻ, ട്രഷറർ CM ഹർഷൻ, ക്ഷേത്രതന്ത്രി ശർമാജി തുടങ്ങിയവർ നേതൃത്വം നൽകി. വടനപ്പള്ളി ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ മണലൂർ കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിലേക്ക് പീതാംബരന്റെ ആരംഭത്ത് സ്പോൺസർ ചെയ്ത വീൽചെയർ ക്ലബ്ബ് പ്രസിഡന്റ് ലയൺ ജയപ്രകാശ് ചക്കാമഠത്തിൽ കൈമാറി. വടനപ്പള്ളി ലയൺസ് ക്ലബ് ചാർട്ടർ പ്രസിഡന്റ് M ഭരതൻ ഉദ്ഘാടനം ചെയ്തു. കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ പ്രസിഡന്റ് AV ശ്രീവത്സൻ അധ്യക്ഷനായി. ഓണററി മാനേജർ സജീന്ദ്രൻ, പീതാംബരന്റെ ആരംഭത്ത് സോൺ ചെയർമാൻ ഉണ്ണികൃഷ്ണൻ, ഏരിയ ചെയർപേഴ്സൺ അമൃതകുമാരി ജയപ്രകാശ്, ഡോക്ടർ രാജഗോപാൽ, അഡ്വക്കേറ്റ് സുരേഷ് ബാബു, KK ഗോപി, KR മോഹനൻ, മോഹൻ റോയ്, അനന്തശയനൻ, സുഷിൽ കുമാർ, രാജേഷ്, KR റിലീഷ്, രവീന്ദ്രൻ, ഹോസ്പിറ്റൽ ഡയറക്ടർ മനോഹരൻ, ഡയറക്ടർ കസ്തൂരിബായ് എന്നിവർ സംസാരിച്ചു. പീതാംബരനാണെങ്കിൽ പീതാംബരനോട് നേരത്തെ പറഞ്ഞു, ഒരു പ്രാവശ്യം പറഞ്ഞുള്ളൂ, ആ സമയം കൊണ്ട് തന്നെ അദ്ദേഹം അത് സമ്മതിച്ചു എന്ന് പറഞ്ഞു. അത് വേറെ ഒന്നും കൊണ്ടല്ല, ഈ പ്രൊജക്റ്റ് സ്പോൺസർ ചെയ്യുന്നത് പീതാംബരൻ തന്നെയായിരുന്നു. അതുകൊണ്ട് മെമ്പേഴ്സിൻ്റെ അടുത്ത് നിന്നും ഇതിനെപ്പറ്റി കൂടുതൽ ഈ അപ്രൂവൽ വാങ്ങിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. പിന്നെ മാത്രമല്ല, പീതാംബരനും ഞങ്ങളുടെ മറ്റുള്ള എല്ലാ മെമ്പേഴ്സിൻ്റെ പോലെ തന്നെ ഏറ്റവും ശ്രദ്ധേയല്ലാന്ന് തോന്നിയിട്ടുള്ള ഒരു പ്രൊജക്റ്റ് നിങ്ങൾക്കൊക്കെ അറിയാം. മണലൂർ കണ്ടവനം പ്രൊജക്റ്റ് ചെയ്തിട്ടുള്ളതാണ് ഒരു ക്ലോത്ത് ബാങ്ക്. ആ പ്രൊജക്റ്റ് തീരെ അപ്രധാനമായിട്ടുള്ളൊരു പ്രൊജക്റ്റ് പീതാംബരനിൽ കിട്ടിയപ്പോൾ ഈ ഡിസ്ട്രിക്റ്റിലെ ഏറ്റവും നല്ലൊരു പ്രൊജക്റ്റായിട്ട് അദ്ദേഹം മാറ്റിയെടുത്തു. വടനപ്പള്ളി പുറത്തൂര് പള്ളിക്കുന്നത്ത് വറീദ് മകൻ ഫ്രാൻസിസ് അന്തരിച്ചു. 81 വയസ്സായിരുന്നു. ഭാര്യ റോസി. കുറമാൽ ഇടവക വികാരി ഫാദർ ഡോക്ടർ സേവ്യർ ക്രിസ്റ്റി, പരേതനായ ജോബി എന്നിവർ മക്കളാണ്. മരുമകൾ ഷൈന. പരേതന്റെ നേത്രപടലങ്ങൾ അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലിലെ നേത്രബാങ്കിലേക്ക് ദാനം ചെയ്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കണി കണ്ടു നടന്ന സന്തോഷപ്പുലരിയിൽ മലയാളികൾ വിഷു ആഘോഷിച്ചു. സ്വന്തമായി പണിതീർത്ത ടൈലുകൾ കൊണ്ട് വീട്ടുമുറ്റം അലങ്കരിച്ച് 70കാരൻ. വടനപ്പള്ളി കടൽ തീരത്ത് പ്ലാസ്റ്റിക് നിർമ്മാർജ്ജന യജ്ഞം നടത്തി. ഇതോടെ വാർത്തകൾ സമാപിച്ചു. നമസ്കാരം.